Hello. Welcome to Market Discussion of the Day. Today, July 2nd, 2026, Thursday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത ആഴ്ച വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്ന എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും, എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ ഇന്നലെ നമുക്ക് കെവിൻ വാഷിൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് വെളുപ്പാങ്കാലത്ത് 12 മണിക്ക് നമ്മുടെ ട്രംപ് അണ്ണൻ്റെ സ്പീച്ച് ഉണ്ടായിരുന്നു. സോ ബേസിക്കലി കെവിൻ വാഷ് പറഞ്ഞിട്ടുള്ളത് ഇൻഫ്ലേഷൻ ഈസ് ടു ഹൈ എന്നും, ഓക്കെ, ആൻഡ് സോ വി ആർ നോട്ട് കട്ടിങ് ഇൻട്രസ്റ്റ് റേറ്റ് എനി ടൈം സൂൺ എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ കെവിൻ വാഷ് പറഞ്ഞത്. അതേപോലെ തന്നെ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്, ഡൊണാൾഡ് ട്രംപിന് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കണം. ഓക്കെ, സോ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ആണ് നമ്മൾ ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അവിടെ എന്താ പറയുക, അവിടെ എന്താണ് അവിടുത്തെ ഒരു റിസൾട്ട് എന്നുള്ളൊരു കാര്യം നമുക്കറിയില്ല. സോ ഇങ്ങനെയാണ് സംഭവിച്ചത്. ഓക്കെ, പക്ഷേ നോർമലി സംഭവിക്കുന്നതിന് വിപരീതമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം എന്ന് പറഞ്ഞത് ആ സ്പീച്ചിന് ശേഷവും നമ്മുടെ ഗോൾഡ് നേരെ മുകളിലോട്ട് ഓടി പോകുന്നതാണ് നമ്മൾ കണ്ടത്. 4100 ഒരു പെട്ടെന്ന് ഒരു സ്പൈക്ക് വന്ന് 4110 വരെയൊക്കെ മാർക്കറ്റ് ഇന്നലെ എത്തിയിട്ടുമുണ്ട്, അല്ലേ? സോ ബേസിക്കലി നമുക്ക് ഇന്നത്തെ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോൺ ഫാം പേറോൾ എന്ന് പറയുന്ന ന്യൂസ് ഇന്ന് വരുന്നുണ്ട്. ഓക്കെ, സോ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. വൈകുന്നേരം ഒരു 5 മണി 6 മണിക്ക് ശേഷം ട്രേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാ വെള്ളിയാഴ്ചയാണ് ആക്ച്വലി നോൺ ഫാം പേറോൾ വരുന്നത്. ഈ വ്യാഴാഴ്ച വരുന്നു, കാരണം നാളെ US അവധി ആയതുകൊണ്ട്. ഓക്കെ, സോ നോൺ ഫാം പേറോൾ 6 മണിക്കാണ് വരുന്നത്. ഒരു 5 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും നമ്മളുടെ ക്യാപിറ്റലിന് ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു കാര്യം. ഓക്കെ, സോ എനിവേയ്സ്, കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ടെക്നിക്കൽ സൈഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഗോൾഡിലോട്ട് തന്നെ പോവാം. 4076 നിൽക്കുന്നു. സോ നമുക്കിവിടുന്ന് ഒരു ഷോർട്ട് എൻട്രി, സെൽ എൻട്രിയാണ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ളത്. സോ ബേസിക്കലി 4080 അടുത്ത്, 4080-85 ഇടയ്ക്ക് നമുക്ക് സെല്ല് ചെയ്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സേഫായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം എന്നുള്ള ആൾക്കാർക്ക് 4110-15 ലെവലിലോട്ടൊക്കെ സ്റ്റോപ്പ് ലോസ് വെക്കാം. ഇല്ലാത്ത പക്ഷം ഒരു 4092-93 ലെവലിൻ്റെ മുകളിൽ വെച്ചാലും, ടൈറ്റായിട്ട് വെച്ചാലും തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, നേരെ GBP USDയിലോട്ട് വരാം. 1.32941 നിൽക്കുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ 1.3200 ബൈ ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കി നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയയിൽ നിന്ന് ബൈ ചെയ്യാനായിട്ട്. ഓക്കെ, സോ ഇനി നമുക്ക് റീട്രേസ് ചെയ്ത് കിട്ടിയാൽ 1.3200 അവിടെ റീട്രേസ് കിട്ടിയാൽ വീണ്ടും നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്യാം. പക്ഷേ ഡെഫിനറ്റ്ലി 1.3260 മുകളിലായിട്ട് നമുക്കൊരു നല്ലൊരു സപ്പോർട്ട് അവിടെ ഉണ്ടാവും. അവിടെ റീട്രേസ് ചെയ്ത് കിട്ടിയാൽ പോലും നമുക്ക് അവിടെ നിന്ന് ബൈ ചെയ്ത് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ്. ഓക്കെ, ഇല്ലെങ്കിൽ 1.3300 മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യണം. സോ അതിന് ഇന്നത്തെ ദിവസം 1.33 മുകളിലും നാളെ രാവിലെ 7:30 മണിക്ക് 1.33 മുകളിലുമാണ് എങ്കിൽ നമുക്ക് അവിടുന്ന് ബൈ ചെയ്യുന്നതും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നമുക്ക് GBP USDയിൽ. നമ്മൾ യൂറോ USDയിലോട്ട് വരാം. യൂറോ 1.1387 നിൽക്കുന്നു. സോ യൂറോയെക്കുറിച്ച് പറയുമ്പോൾ 1.1387, അപ്പം നേരത്തെ 1.1400 മുകളിലായിട്ടൊക്കെ സസ്റ്റെയിൻ ചെയ്തത് കാണിച്ചു. പക്ഷേ അതൊരു പ്രതീക്ഷ മാത്രമായിരുന്നു, പിന്നീട് താഴോട്ട് പോകുന്നതാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. നമുക്കൊന്ന് റീട്രേസ് ചെയ്ത് നമുക്ക് കുറച്ചുകൂടെ 1.1350 റേഞ്ചിലോട്ടൊക്കെ കിട്ടുകയാണെങ്കിൽ അവിടെ നിന്ന് ബൈ ചെയ്യുന്നത് വലിയ തെറ്റില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, നേരെ നമ്മൾ USD JPY ഓൾ ടൈം ഹൈ ഇന്നലെ 162.80 അവിടെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ചെറിയ രീതിയിലുള്ള സെല്ലെടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടുന്ന് 162.21 അവിടുന്ന് ബൈ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഓൾ ടൈം ഹൈയിലൊക്കെ വന്ന് ബൈ ചെയ്യുന്ന റിസ്ക് ആണ്. ബട്ട് ഡെഫിനറ്റ്ലി മാർക്കറ്റ് അപ് ട്രെൻഡ് ആണ്. അതുകൊണ്ടിട്ട് ആ ഒരു ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. 162 അവിടെ കിട്ടിയാൽ 161.40 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ബൈ ചെയ്യാം. പക്ഷേ ജാപ്പാനീസ് ഗവൺമെൻറ് എപ്പോഴാണ് ഇൻ്റർവെൻഷൻ കൊണ്ടുവരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, പിന്നീട് അതായത് ഇന്ന് നോൺ ഫാം പേറോളിന് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറണം എന്നുള്ളൊരു ചിന്തയോടുകൂടി വേണം നമ്മൾ ഇന്ന് മാർക്കറ്റിലോട്ട് ഇറങ്ങാൻ. അല്ലാതെ ഒരു ട്രേഡിനകത്ത് പെട്ടുപോയി അവസാനം നോൺ ഫാം പേറോളിന് ഇറങ്ങാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് നമ്മുടെ പൈസ കൊണ്ട് കളയുന്ന ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അതിന് മുന്നേ ആയിട്ട് ഇറങ്ങുക എന്നുള്ളൊരു എക്സിറ്റ് പ്ലാൻസ് ഉണ്ടാവണം നമുക്ക്.
ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. എനിവൈസ് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ എത്തിക്കുക. ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള ആൾക്കാർ എത്രയും പെട്ടെന്ന് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഡെഫിനറ്റ്ലി നമ്മുടെ എന്താ പറയുക, പുതിയ ബ്രോക്കേഴ്സിനെ നിങ്ങൾ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർ ട്രേഡർ എന്ന് പറയുന്നൊരു ബ്രോക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയും, അങ്ങനെ നിങ്ങൾ അത് ത്രൂ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ഞാൻ നിങ്ങളുടെ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.